നമ്മൾ ദിവസവും നിരന്തരം വാക്കുകൾ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഉള്ളിലുള്ള ശാന്തതയെ നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ശാന്തതയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആഴത്തിലുള്ള സത്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ മൗനം നിറയുമ്പോഴാണ് ആ ഒരു ശാന്തതയെ നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയുന്നത്. ഒരാൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശാന്തനായിരിക്കുമ്പോൾ ആ വൃക്ഷം അയാളോട് സംസാരിക്കുന്നില്ലേ? അയാൾ വൃക്ഷത്തോടും സംസാരിക്കുന്നില്ലേ? പക്ഷെ അവർ സമാധാനം അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, മൗനത്തിന് ഒരു ഭാഷ ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ആ മൗനം അനുഭവിക്കാൻ കഴിയാത്തത്? നമ്മുടെ മനസ്സ് നിരന്തരം സംസാരങ്ങളിലാണ്. അവിടെ ഇന്നലത്തെ ഓർമ്മകളുണ്ട്, നാളത്തെ ആശങ്കകളുണ്ട്, ആളുകളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൗനത്തിന് അവിടെ കടന്നു വരാൻ കഴിയില്ല. കുറച്ച് സമയം എല്ലാ ശബ്ദങ്ങളിൽ നിന്നും വിട്ട് നമ്മളോടൊപ്പം കുറച്ച് സമയം ചേർന്ന് ഇരിക്കണം. ശ്വാസം വരുന്നതും പോകുന്നതും അറിയുക, അതിനെ കാണുക മാത്രം ചെയ്യുക. അതേപോലെ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ വരുന്നതും പോകുന്നതും അറിയുക, കാണുക മാത്രം ചെയ്യുക. ഒരു സാക്ഷി ഭാവം അവിടെ ഉണ്ടാവുക. ഈ ഭാവത്തിന് ആഴമുണ്ടാകുമ്പോൾ ആ ഒരു ശാന്തത നമുക്ക് അനുഭവിക്കാൻ കഴിയും. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ മൗനത്തിലാകുമ്പോൾ ശരിക്ക് നമ്മളോടൊപ്പം ഇരിക്കുകയാണ് ചെയ്യുന്നത്. വാക്കുകൾ അറിവുകൾ നമുക്ക് നൽകും, എന്നാൽ മൗനം ജ്ഞാനം നൽകും. ഒരാൾ മൗനത്തിലാകുമ്പോഴാണ് അയാളുടെ മനസ്സ് സ്വതന്ത്രമാകുന്നത്. നമ്മുടെ ഉള്ളിൽ നിരന്തരം ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, എന്തുകൊണ്ടാണെന്നുള്ള ആ ഒരു ചോദ്യം നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ അവിടെ നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങൾക്കാണ് കടന്നു വരാൻ കഴിയുന്നത്. ആ എന്തുകൊണ്ടെന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ, ആ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെ നമ്മൾ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ, ആ ചിന്തകൾ ശാന്തമാകുമ്പോൾ അവിടെ വികാരങ്ങൾക്ക് കടന്നു വരാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. ഇനി അഥവാ നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാലും അതിനെ സ്വസ്ഥമായി ശാന്തമായിരുന്ന് ആഴത്തിൽ നിരീക്ഷിക്കുക. ആ നിരീക്ഷണം കൊണ്ട് തന്നെ ആ വികാരങ്ങൾ ശാന്തമാകുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. അപ്പം മൗനത്തിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കി കൊടുക്കലാണ് നമുക്ക് സമാധാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്. അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ